മഞ്ഞക്കുപ്പായത്തിൽ മൈതാനത്തേക്ക് ഇറങ്ങി വരുന്ന ആ 7-ാം നമ്പർ ജേഴ്സിക്കാരൻ കേവലം ഒരു കളിക്കാരൻ മാത്രമല്ല, ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഇതിഹാസ സാമ്രാജ്യത്തിൻ്റെ അനിശ്ചിതനായ ചക്രവർത്തിയാണ് മഹേന്ദ്രൻ സിംഗ് ധോണി. എന്ന പേരൊരു നായകൻ്റെ പര്യായമായി മാറുന്നത് എങ്ങനെയാണെന്ന് ക്രിക്കറ്റ് ലോകം ശ്വാസമടക്കി പിടിച്ചാണ് കണ്ടുനിന്നത്. പതറുന്ന ഘട്ടങ്ങളിൽ പോലും ശാന്തത കൈവിടാതെ ആ നായകൻ്റെ സാന്നിധ്യം തന്നെയായിരുന്നു ചെന്നൈ ടീമിൻ്റെ ഏറ്റവും വലിയ കരുത്തും ആയുധവും. കണക്കുകൾ ചിലപ്പോൾ കാവ്യം രചിക്കാറുണ്ട്. ധോണിയുടെ കാര്യത്തിൽ അത് അക്ഷരം പ്രതി ശരിയാണ്. അദ്ദേഹം ചെന്നൈയുടെ അമരക്കാരനായിരുന്ന 14 സീസണുകളിൽ ചരിത്രത്തിൻ്റെ സുവർണ ഏടുകളാണ്. അതിൽ 12 തവണയും ടീമിനെ അദ്ദേഹം പ്ലേ ഓഫിലെത്തിച്ചു എന്നത് ഒരു സാധാരണ നേട്ടമല്ല. കേവലം പ്ലേ ഓഫിൽ ഒതുങ്ങിയല്ല ആ യാത്ര. 10 ഫൈനലുകൾ, 5 വട്ടം IPL കിരീടം, കളിക്കളത്തിലെ ഓരോ നീക്കവും മുൻകൂട്ടി കാണുന്ന ആ മാന്ത്രിക ബുദ്ധിക്ക് ലോക ക്രിക്കറ്റിൽ പകരം വെക്കാൻ മറ്റാരുമില്ല എന്ന ഈ കണക്കുകൾ അടിവരയിടുന്നു. തോൽവി ഉറപ്പിച്ച മത്സരങ്ങൾ പോലും തൻ്റെ തന്ത്രങ്ങൾ കൊണ്ട് വിജയമാക്കി മാറ്റിയ ആ ക്യാപ്റ്റൻസി ലെവൽ അക്ഷരാർത്ഥത്തിൽ അവിശ്വസനീയമാണ്. എന്നാൽ ആ നായകൻ അമരത്തില്ലാതെ ചെന്നൈയുടെ അവസ്ഥയോ? MS ധോണി ക്യാപ്റ്റൻ അല്ലാതിരുന്ന 3 സീസണുകളിൽ ഒരു തവണ പോലും അവർക്ക് പ്ലേ ഓഫിൽ എത്താൻ കഴിഞ്ഞില്ല എന്നതൊരു വലിയ തിരിച്ചറിവാണ്. കൊടിമരത്തിൽ പതാകയുണ്ടെങ്കിലും വീശാൻ കാറ്റില്ലാത്ത അവസ്ഥയാണ്. നായകനില്ലാത്ത പടയാളികൾ ദിശ തെറ്റുന്നത് പോലെ കളിക്കളത്തിൽ അവരെ നയിക്കാൻ ആ സൂത്രധാരൻ്റെ കുറവ് എത്രത്തോളം ഉണ്ടെന്ന് ആ 3 സീസണുകൾ നമ്മളെ വിളിച്ചിരുന്നു. 12 പ്ലേ ഓഫുകൾ, 10 ഫൈനലുകൾ, 5 കിരീടങ്ങൾ, ഒരു ഇതിഹാസത്തിൻ്റെ മറുവാക്കില്ലാത്ത സാക്ഷ്യപത്രങ്ങളാണ് MS ധോണി എന്ന നായകൻ പടുത്തുയർത്തിയത്. ഈ CSK സാമ്രാജ്യവും അദ്ദേഹത്തിൻ്റെ അതുല്യമായ നേതൃപാഠവും കാലാതീതമാണ്. കണക്കുകൾക്കും തകർക്കാൻ പറ്റാത്ത അതീതമായ ആ മഹത്വം ക്രിക്കറ്റ് ഉള്ള കാലത്തോളം ഒരു ഇതിഹാസമായി നിലനിൽക്കുക തന്നെ ചെയ്യും. ദി എൻഡ് ഓഫ് ആൻ എറ.